മനസ്സിലായോ ധാരസുട്ടി അപ്പാപ്പി അമ്മാമ്മേ. ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. ആക്ച്വലി ഇത് ഞാൻ നാട്ടിലെത്തിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വ്ളോഗാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ എന്നെ പിക്ക് ചെയ്യാനായിട്ട് അപ്പായും അമ്മച്ചിയും കൂടെ വന്നതാണ്, എന്നെ ഇസൂട്ടിനെയും പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനും ഇസൂട്ടിയും നേരത്തെ പോയായിരുന്നു. അതിനുശേഷം ഒരു 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് മോന് ജോയിൻ ചെയ്തത്, നാട്ടിലേക്ക് വന്നത്. അപ്പം ആദ്യത്തെ 1 വീക്ക് ഞാൻ മോനിൻ്റെ വീട്ടിലായിരുന്നു, എറണാകുളത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊല്ലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് അമ്മച്ചി അപ്പായും വന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇസൂട്ടി ആദ്യമായിട്ട് അമ്മാമ്മീനെയും അപ്പാപ്പീനെയും കണ്ട വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഇത് ഞങ്ങൾ തിരിച്ച്, അപ്പോൾ രാത്രിയാണ് അവർ വന്നത്, രാത്രിയാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ ഒരു 2-2:30 ആയപ്പോഴാണ് നമ്മൾ കൊല്ലത്തെൻ്റെ വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള ഇസൂട്ടിയുടെ കളികളാണ് ഈ കാണുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് മൈ ഹൗസ് ആഫ്റ്റർ നിയർലി 4 ഇയേഴ്സ്, 3.5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. അപ്പോൾ അത്രയും കാലത്തിന് ശേഷം, അതും മോനും ഇല്ലാണ്ട് ഞാനും കൊച്ചും മാത്രമായിട്ട് എൻ്റെ വീട്ടിൽ പണ്ട് നിന്ന നൊസ്റ്റാൾജിക് ഇതുപോലെയായിരുന്നു. അപ്പം ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ട് വീട്ടിൽ രാത്രി 2:30ക്കാണ് എത്തിയത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും ചെയ്തില്ല പ്രത്യേകിച്ച്. ജസ്റ്റ് വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കുന്ന വിശേഷം പറഞ്ഞിരിക്കുക, കളിക്കുക, ഇസൂട്ടിക്ക് കളിക്കുക, പിന്നെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡുകൾ കഴിക്കുക. അതായിരുന്നു മെയിൻ ഫോക്കസ് ഈ മോനും ഇല്ലാത്ത ആഴ്ചകളിലെല്ലാം. പിന്നെ അതിൻ്റെ കൂടെ ഒബ്വിയസ്ലി നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടാണെങ്കിൽ അറിയായിരിക്കും, ഞാൻ തിരുമ്മലുണ്ടായിരുന്നു. അപ്പോൾ മോന് വരുന്നതിന് മുന്നേ അങ്ങനത്തെ ചടങ്ങുകളെല്ലാം തീർത്ത് വെച്ചാൽ മോന് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് കറങ്ങാനായിട്ട് ഫ്രീ ആയിട്ട് നടക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തിരുമ്മൽ തുടങ്ങിയില്ല. തിരുമ്മൽ തുടങ്ങിയത് ഞാൻ വന്നതിൻ്റെ പിറ്റേ ഇതായിരുന്നു. ഞാനൊരു ഫ്രൈഡേ ആണെന്ന് തോന്നുന്നു ഞാൻ കൊല്ലത്തേക്ക് വന്നത്, എറണാകുളത്തുനിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൺഡേ തൊട്ടായിരുന്നു എൻ്റെ തിരുമ്മൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു തിരുമുന്നത്. പക്ഷേ ആദ്യം ഒരു ചെക്കപ്പ് എന്നുള്ള രീതിയിൽ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊല്ലത്ത് ഡോക്ടറിനെ കാണാൻ പോകണമായിരുന്നു. കുറച്ച് മുറിവെണ്ണ, കഷായം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോകുന്നതും വീട്ടിൽ ആദ്യത്തെ ദിവസം നമ്മൾ കളിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ഇൻട്രോ ഭയങ്കര ലോങ്ങായിപ്പോയി, എന്തായാലും കിടക്കട്ടെ. ഇത് ഇസൂട്ടി അമ്മച്ചിയും കൂടെ കളിക്കുന്ന കുറച്ച് വിഷ്വൽസ് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ല ഇടാൻ തോന്നും. ഇപ്പം രാവിലെ നമ്മൾ ലേറ്റായിട്ടാണല്ലോ, ഞാൻ പറഞ്ഞ പോലെ വെളുപ്പിനെയാണ് നമ്മൾ കൊല്ലം എത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഇസൂട്ടിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇസൂട്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ എണീറ്റ് വന്നു. ഇതാണ് എൻ്റെ പട്ടിക്കുട്ടികൾ, സുന്ദരിയും ബ്യൂട്ടിയും. ഇപ്പം ഞാൻ തടവിക്കൊണ്ടിരിക്കുന്നതാണ് സുന്ദരിയുടെ മോളാണ് മറ്റേത്, ബ്രൗൺ വരുന്നത് ബ്യൂട്ടി. അവൾക്കാണെന്നുണ്ടെങ്കിൽ അവളെ അല്ലാണ്ട് സുന്ദരീനെ ആരെങ്കിലും പിക്ക് ചെയ്യുന്ന കണ്ടാൽ ഭയങ്കര ദേഷ്യമാണ്, സുന്ദരിയുടെ അടുത്തോട്ട് ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവൾ കാണാണ്ട് ഒന്നെങ്കിൽ സുന്ദരീനെ പെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 2 പേരെയും, അവളെയും കൂടെ ചെയ്തതും അവളെയും പെറ്റ് ചെയ്ത് ഇവളെയും കൂടെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അവളെ മാത്രം ചെയ്താൽ പ്രശ്നമാണ്, സുന്ദരീനെ എടുത്തിട്ട് ഉപദ്രവിക്കും, വില്ലത്തി മോളാണ്. അപ്പം ഇതാണ് എൻ്റെ സുന്ദരിയും ബ്യൂട്ടിയും. എൻ്റെ അപ്പാടെ 2 മക്കളെന്ന് പറയാം. 2 മക്കളല്ല, ആക്ച്വലി ഒരാളും കൂടി ഉണ്ട്. ആ ആളെ പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല വിഷ്വൽസ് ഒന്നും. പൂച്ചക്കുട്ടിയാണ്, മണിക്കുട്ടി. അപ്പോൾ ഇത് അമ്മച്ചിയുടെ സൂപ്പർ ബീഫ് കറിയാണ്. എനിക്കാണെങ്കിൽ നാട്ടിലെ ബീഫ് കറി കഴിക്കാനായിട്ട്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെ ബീഫ് കറി കഴിക്കാനായിട്ട് ഭയങ്കര ഇതായിരുന്നു. അതായത് എല്ലാ സൺഡേയും പള്ളി കഴിഞ്ഞ് വരുമ്പം ലുക്കിംഗ് ഫോർവേഡ് ടു എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കറിയായിരുന്നു ഇത്. അതെന്ന് വെച്ചാൽ കുറേ കൊഴുപ്പൊക്കെ ഇട്ടിട്ടുള്ള റെഡ് കളറ് ബീഫ് കറി. അപ്പം അതായിരുന്നു ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്. ഇസൂട്ടി ഞാൻ പറഞ്ഞില്ലേ, അവൾ സ്റ്റിൽ ഉറക്കമാണ്. അപ്പം പതുക്കെ ഞാൻ വന്ന് കാണിച്ചു തരികയാണ്. കുറച്ച് കഴിയുമ്പോൾ ആൾ എണീറ്റിട്ട് ജോയിൻ ചെയ്യും.
അമ്മച്ചി കുക്ക് ചെയ്യുന്ന ടൈമിലെല്ലാം ഇവർ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും, അടുക്കള ഭാഗത്ത് ഇങ്ങനെ വന്ന് കിടക്കും. ഹായ്, അമ്മയും മോളും, അമ്മയും മോളും. ഉച്ചയാവുമ്പോൾ അപ്പ കടയിൽ നിന്ന് വരും. അപ്പ കടയിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം TV കാണും, കുറച്ച് നേരം ഉറങ്ങും, എന്നിട്ട് വീണ്ടും കടയിൽ പോകും. അപ്പോൾ അതേ നമ്മുടെ ഇസൂട്ടി ഉറക്കം എണീറ്റിട്ട് വന്നിട്ടുണ്ട്. സത്യം പറയാമല്ലോ ഗൈസ്, മോനുവിനെ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. ഓവറാക്കുന്നതല്ല, ബിക്കോസ് ഞാൻ മോനും ഇല്ലാണ്ട് നിന്നിട്ടില്ല ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക്. കല്യാണം കഴിഞ്ഞ് അവിടെ വന്നതിന് ശേഷം മോനും ഇല്ലാണ്ട് അങ്ങനെ നിന്നിട്ടില്ല എങ്ങോട്ടും. ഇപ്പോൾ കാനഡയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും പോകുന്നിടത്തെല്ലാം ഞാൻ പോവും, ഞാൻ പോകുന്നിടത്തെല്ലാം മോനും ഉണ്ടാവും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മാത്രമായിട്ട് വരുന്നത്. വേറെ നിവൃത്തിയില്ലായിരുന്നു, മുന്നേ 4 ആഴ്ചയുള്ളായിരുന്നു ലീവ്. പക്ഷേ ഞങ്ങൾ ഇത്രയും നാൾക്ക് ശേഷം വരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഈ സൂട്ടി 2 വീട്ടിലും ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് കുറച്ച് നാൾ നിൽക്കണം എന്നുള്ള ഒരു ഇതുണ്ടതുകൊണ്ട് ഞാൻ കൊച്ചുമായിട്ട് ഇങ്ങ് പോകുന്നതാണ്. സൂട്ടിക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലായിരുന്നു, എല്ലാവരെയും തിരിച്ചറിഞ്ഞു. ഇപ്പം അമ്മച്ചീനെ ആയാലും എൻ്റെ അമ്മയെ അപ്പയായാലും മമ്മീനെയും പപ്പേനെ ആയാലും എല്ലാവരെയും എപ്പോഴും വീഡിയോ കോളിൽ വിളിച്ച് കാണാറുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ചാടി അങ്ങ് ചെന്നു. അവരെ ആദ്യമായിട്ട് കാണുക അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് എൻ്റെ ദൈവമേ ഒട്ടും സഹിക്കാൻ പറ്റാത്തതായിരുന്നു ചൂട്. എസ്പെഷ്യലി എറണാകുളത്തെ അവിടെ വീട്ടിലെന്ന് മാത്രമല്ല മൊത്തത്തിൽ എനിക്ക് പുറത്തിറങ്ങാനേ തോന്നൂല, അമ്മാതിരി ചൂടായിരുന്നു. മണം വന്നോ? എന്തിന്റെ മണം? ചിക്കൻ മണം വരണ്ട ആരാ? ചൂട്ടിക്കും അമ്മയ്ക്ക് കഴിക്കാൻ വേണമെന്നമ്മ. പക്ഷേ കൊല്ലത്ത് ഇവിടെ വന്നത് ഈ സൈഡിൽ ഈ അടുക്കള വശത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വരുന്ന കാറ്റ് ഭയങ്കര കാറ്റായിരുന്നു. ഞാൻ മോനെ വിളിച്ചിട്ട് പറയായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്ന് അറിയത്തില്ല. ബിക്കോസ് ഇവിടെ നല്ല തണുപ്പാണ്, നല്ല കാറ്റുമാണ്, ഭയങ്കര സുഖമായിരുന്നു ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ. വീട്ടിൻ്റെ അകത്താണേലും മേളിൽ ഷീറ്റും അത്രയും ഇതിൽ നിൽക്കുന്നത് കൊണ്ടാണോ എന്തോന്നറിയത്തില്ല, നോർമൽ പുറത്തിറങ്ങുമ്പോൾ ഉള്ള അനുസരിച്ചിട്ട് ചൂടില്ലായിരുന്നു വീട്ടിൻ്റെ അകത്ത്. അപ്പം ഈ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നതായിരുന്നു എൻ്റെ ഫേവറേറ്റ് പരിപാടി. ബിക്കോസ് ഇവിടെ ബാക്കിൽ കുറേ മരങ്ങളുണ്ട്, അപ്പോൾ അത് കാരണം നല്ല കാറ്റായിരുന്നു. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മൾ എറണാകുളത്ത് ചെന്നാൽ പുറത്തിറങ്ങിയിരിക്കാനോ ഒന്നും തോന്നില്ല. നമുക്ക് മിക്കവാറും റൂമിൻ്റെ അകത്ത് AC ഇട്ടിട്ടിരിക്കാനാണ് നമുക്ക് പറ്റുക. തോന്നാത്തല്ല, പറ്റുന്നത്. കാര്യം അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും ഈ ചൂടടിക്കുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അമ്മാതിരി അൺസഹിക്കബിൾ ചൂടായിരുന്നു. ഇതേ ഈ സൂട്ടി അവിടെ നിന്നിട്ട് ബീഫ് കറിയുടെ മണത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് കാരണം അമ്മച്ചി ഞങ്ങൾക്ക് 2 പേർക്കും തിന്നാനായിട്ട് കൊണ്ടുവന്നതാണ്. ഐസുട്ടി കാണിക്കുന്ന കാര്യമില്ലേ, ഇത് എൻ്റെ അച്ചാച്ചൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. വീട്ടിൽ വരുമ്പോൾ എപ്പോഴും പാത്രം കഴിപ്പിച്ചിട്ട് കൈ കുടയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ഇങ്ങനെ കുടയിപ്പിക്കും. സുന്ദരി വന്നിരുന്ന് തുള്ളുന്ന കണ്ടില്ലേ, അത് ഫുഡ് കണ്ടിട്ട് വന്നിരുന്ന് തുള്ളുന്നതാണ്. ഫുഡ് കാണുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ വരും, എന്നിട്ട് ആ കാല് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കി പല്ലിങ്ങനെ കാണിച്ച് ചിരിച്ചിട്ട് ഈ കാല് ഫ്രണ്ടിലത്തെ 2 ഇതില്ലേ അതിങ്ങനെ ഇരുന്ന് ഇങ്ങനെ അനക്കി തുള്ളിക്കൊണ്ടിരിക്കും. നല്ല രസം അത് കാണാനായിട്ട്. ശരിക്കും എനിക്ക് മോനുനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ്ടായിരുന്നെങ്കിലും ഇത് കൈൻഡ് ഓഫ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ലേ, ആ ഒരു ലൈഫ് സ്റ്റൈലായിരുന്നു. ഒരു പണി എടുക്കാണ്ട് TV കാണുക, അമ്മച്ചി ഉണ്ടാക്കുന്നത് തിന്നുക, പള്ളിയിൽ പോവുക, ഷോപ്പിങ്ങിന് പോവുക,
ഇതൊക്കെയായിരുന്നു വേണ്ട ഞാൻ കൊണ്ടുവന്നിട്ട് കാണിച്ചതാണ് കൊഴുപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇടിയപ്പവും ബീഫ് കറി ആയിരുന്നു. ഇത് ലഞ്ചാണ്. മീൻകറി, പയറുതോരൻ, കൊഞ്ച് വറുത്തത്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. ബിക്കോസ് എനിക്ക് മറ്റേ കാനഡയിൽ നിന്ന് ട്രാവൽ ചെയ്ത വ്ളോഗ് അതൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനുണ്ടായിരുന്നു. പിന്നെ പ്രിറ്റി മച്ച് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ പണിയൊന്നും നാട്ടിൽ മോനും ഇല്ലാത്തപ്പോൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഫ്രീ ടൈം അല്ലേ എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ നിന്നു. പിന്നെ ഇതാണ് വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോകണമായിരുന്നു. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് വന്നു. അപ്പോൾ അത് അപ്പം എടുത്തു. എനിക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല അന്ന്. ബിക്കോസ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഞാൻ യൂസ്ഡ് അല്ല ഇങ്ങനെ വീഡിയോസൊന്നും എടുത്ത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നീട് ഞാൻ പതുക്കെ വീഡിയോസ് എടുത്ത് തുടങ്ങി. അപ്പോൾ ഇത് രാത്രി ഞാനും ഇസൂട്ടിയും കൂടെ കിടന്നിട്ട് നമ്മുടെ ആ ട്രെൻഡില്ലേ അത് ഇസൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്തതാണത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ എപ്പോൾ ആ റീലിൻ്റെ മ്യൂസിക് എവിടെ കേട്ടാലും ആ സാധനം ചെയ്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ലാസ്റ്റ് കറക്റ്റ് ഉമ്മ തരുന്നത് മാത്രം കറക്റ്റായിട്ട് അവൾ ചെയ്യും. ഇത് ആക്ച്വലി ഞാൻ മോനുവിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. അത് പക്ഷേ ഞാൻ ജസ്റ്റ് വ്ളോഗിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തതാണ്. അപ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഫസ്റ്റ് ഡേ അറ്റ് മൈ ഹോം. ഡേ ഇൻ മൈ ലൈഫ് പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾക്ക് അതിനുശേഷം ഞാൻ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫോളോയിങ് വ്ളോഗ്സിൽ കാണാൻ പറ്റും. അപ്പം ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ടാറ്റാ ബൈ.